അപ്പോൾ ഫ്രാൻസ് ദേശീയ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പം 2026 വേൾഡ് കപ്പൊക്കെയുള്ള പ്രിലിമിനറി സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് ശേഷം പെർമനൻ്റ് ആയിട്ടുള്ള സ്ക്വാഡ് ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുകയാണ് ഫ്രാൻസ്. അപ്പോൾ ഏകദേശം എല്ലാ ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സൊക്കെ ഉൾപ്പെട്ട ഒരു സ്ക്വാഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഔട്ടായൊരു മേജർ പ്ലേയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ കവമിങ്ക ഈ വേൾഡ് കപ്പിൽ ഫ്രാൻസിനോടൊപ്പം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ കോലോമുവാനി, PSG കീപ്പറായ ചെവില്ലർ, പിന്നെ യുവൻറ്റസിൻ്റെ തുറാം പ്രദേശിൽപ്പെട്ട ഉൾറിച്ച് തുറാം, കെപ്രൻ തുറാമാണ് പിന്നെ ഇല്ലാത്തത്. അപ്പോൾ മേജർ മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാമിങ്കയെ കുറിച്ചാണ്. കാമിങ്കനെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതെയാണ് പുതിയ സ്ക്വാഡ് ഏതായാലും വന്നിട്ടുള്ളത്. അപ്പം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ടൈറ്റിൽ വിന്നേഴ്സായി കാണപ്പെടുന്ന ഒരു ടീമാണ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ ഡിഫൻസ് ആണെങ്കിലും മിഡ്ഫീൽഡിലും അറ്റാക്കിലൊക്കെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് ഒരു കുറവില്ലാത്തൊരു ടീമാണ്. പ്ലേയേഴ്സൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അറ്റാക്കിങ് പിന്നെ ഫ്രാൻസിൻ്റെ ഒരു രക്ഷയില്ലാത്ത അറ്റാക്കിംഗ് ആണ് ഫ്രാൻസിനുള്ളത്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ എവിടെ വരെ എത്താൻ ഫ്രാൻസിന് കഴിയുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കാണാം.